ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾസിനെ കുറിച്ചാണ്. വേരിയബിൾസ് മറ്റേത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ പോലെ തന്നെ വേരിയബിൾസിന് സെയിം മീനിങ് ആണ് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഉള്ളത്. അപ്പോൾ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ വേരിയബിൾസ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റോർ ചെയ്യണം. ഡാറ്റ സ്റ്റോർ ചെയ്യണമെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ട് മെമ്മറി ലൊക്കേഷൻസ് വേണം. ആ മെമ്മറി ലൊക്കേഷൻസിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. So actually variables is actually the name which is given to the memory locations where we store the data. അതാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇനി വേരിയബിൾസിന്റെ മെമ്മറി ലൊക്കേഷൻ നമ്മൾ പേര് കൊടുക്കുന്ന സമയത്ത് കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതാണ് ഇവിടെ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ആർ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ടു ബി ഫോളോഡ് വൈൽ ഡിക്ലെയറിംഗ് എ വേരിയബിൾ ഓർ വൈൽ ഗിവിംഗ് എ നെയിംസ് ടു ദ മെമ്മറി ലൊക്കേഷൻസ്. അപ്പോൾ അതിലെ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് വേരിയബിൾസിന്റെ നെയിം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത് ലെറ്റേഴ്സ് ആയിരിക്കണം. അത് എ ടു ഇസഡും എ ടു ഇസഡിലെ ഏത് ലെറ്റേഴ്സ് വേണേയാവും. ക്യാപിറ്റൽ ലെറ്റർ ആയാലും കുഴപ്പമില്ല, സ്മോൾ ലെറ്റർ ആയാലും കുഴപ്പമില്ല. രണ്ടാമത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ലെറ്റർ എപ്പോഴും അണ്ടർസ്കോർ ആയാലും കുഴപ്പമില്ല. അപ്പോൾ വേരിയബിൾസ് നെയിം കൊടുക്കുന്ന സമയത്ത് ഒന്നുകിൽ എ ടു ഇസഡ് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ എ ടു ഇസഡ് സ്മോൾ ലെറ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ അണ്ടർസ്കോർസ് ആയാലും കുഴപ്പമില്ല. ഇനിയും രണ്ടാമത് ഫസ്റ്റ് ക്യാരക്ടറിന്റെ കാര്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി പിന്നീടുള്ള വേരിയബിൾസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പിന്നീടുള്ള ലെറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് വേരിയബിൾസിന്റെ പേര് കൊടുക്കുന്ന സമയത്ത് അതിൽ ലെറ്റേഴ്സ് ആവാം, അതിന് കുഴപ്പമില്ല. നമ്പേഴ്സ് 0 to 9 നമ്പേഴ്സ് ആവാം, അതിന് കുഴപ്പമില്ല. അതേപോലെ അണ്ടർസ്കോർ ആവാം. നോർമലി സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വേറെ ഒന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യാറില്ല, നമ്മൾ സമ്മതിക്കാറില്ല വേരിയബിൾസ് നെയിം കൊടുക്കുന്ന സമയത്ത്. അതാണ് സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത്. ഇനി കമ്മിങ് ടു തേർഡ് റൂൾ എന്ന് പറയുന്നത് വേരിയബിൾ നെയിംസ് എപ്പോഴും കേസ് സെൻസിറ്റീവ് ആണ്. കേസ് സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, മൈ വാർ. മൈ വാർ എന്ന് പറയുമ്പോൾ ഇൻ ദാറ്റ് കേസ് വി is actually capital, and second we are giving another name my war. In that the v is actually small letter. ഈ മൈ വാർ എന്ന് പറയുന്ന രണ്ട് കേസിലും വരുമ്പോൾ വിയുടെ കേസ് സെൻസിറ്റീവ് ആണ്, രണ്ട് ഡിഫറെന്റ് കേസ് ആണ് വരുന്നത്. അപ്പൊ അത് രണ്ടും ഡിഫറെന്റ് വേരിയബിൾ ആയിട്ടാണ് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കണക്കാക്കുന്നത്. അപ്പോൾ വേരിയബിൾ നെയിംസ് എപ്പോഴും കേസ് സെൻസിറ്റീവ് ആണ്. നാലാമത്തെ റൂൾ എന്ന് പറയുന്നത് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ കുറച്ച് റിസർവ്ഡ് കീവേഡ്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് എക്സാമ്പിൾ പറയാണ് ഈഫ്, എൽസ്, ട്രൂ, ഫോൾസ്, ഫോർ, വൈല്, ഡെഫ്, അങ്ങനെ കുറെ ഇൻബിൽഡ് ആയിട്ടുള്ള കുറെ കീവേഡ്സ് ഉണ്ട്, റിസർവ്ഡ് കീവേഡ്സ്. അതൊന്നും നമ്മൾ ഉപയോഗിച്ച് ഒരിക്കലും വേരിയബിൾസ് നെയിം നമ്മൾ കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് എറർ കാണിക്കും. അപ്പൊ ഇത്രയും റൂൾസ് ആണ് നോർമലി വേരിയബിൾസ് നമ്മൾ പേര് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനിയും അടുത്തത് ഡാറ്റ ടൈപ്സ് ആണ്. ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഡാറ്റ ടൈപ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈപ്പ് ഓഫ് ഡാറ്റ ദാറ്റ് ഈസ് സ്റ്റോർ ഇൻ ദ വേരിയബിൾ. ഏത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നത് അത് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഡാറ്റ ടൈപ്സ് നമ്മൾ സ്പെസിഫൈ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ മറ്റേത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ പോലെ സെയിം മീനിങ് തന്നെ ഡാറ്റ ടൈപ്സിന് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വരുന്നത്. പക്ഷേ നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഡാറ്റ ടൈപ്സ് സ്പെസിഫൈ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പക്ഷേ നമ്മുടെ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഡാറ്റ ടൈപ്സ് സ്പെസിഫിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. റൺ ചെയ്യുന്ന സമയത്ത് അത് ഏത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിന്റെ ബേസിസിൽ അത് ഡാറ്റ ടൈപ്സ് ഫിക്സ് ചെയ്തോളും. നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ മെയിൻലി ഫൈവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ടൈപ്സ് ആണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെയാണ് ഇന്റ് എന്ന് പറയുന്നത്. ഇന്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഡാറ്റ ടൈപ്പ് ആണ് ഇന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു 10 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓർ വൈ ഈക്വൽ ടു -5 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നോർമലി സംഭവിക്കുക ഇങ്ങനെയാണ്. എക്സ് എന്ന് പറയുന്ന ഒരു മെമ്മറി ലൊക്കേഷൻ ഫോം ചെയ്യുന്നു, വേരിയബിൾ ഫോം ചെയ്യുന്നു. ആ മെമ്മറി ലൊക്കേഷന്റെ പേരാണ് എക്സ് എന്ന് പറയുന്നത്. അതിൽ 10 എന്ന് പറയുന്ന ഇൻറ്റീജർ വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ എക്സ് എന്ന് പറയുന്ന വേരിയബിളിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഇന്റ് ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ നെഗറ്റീവ് വാല്യൂസ് ആയാലും സെയിം തന്നെയാണ്. ഹോൾ നമ്പർ ആണ് എങ്കിൽ അത് ഇൻറ്റീജർ ഡാറ്റ ടൈപ്സ് ആയിരിക്കും. രണ്ടാമതാണ് ഫ്ലോട്ട് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. ഫ്ലോട്ട് ഡാറ്റ ടൈപ്സ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്
എന്തെങ്കിലും ഒരു നമ്പറിൽ ഡെസിമൽ വാല്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലോട്ട് ഡാറ്റ ടൈപ്സ് ആണ് നമ്മൾ നോർമലി യൂസ് ചെയ്യാറുള്ളത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ പൈ ഈസ് 3.14159 എന്ന് പറയുന്നതും അതുപോലെ ടെമ്പറേച്ചർ -5.5 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പൈ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് 3.14159 ദാറ്റ് മീൻസ് ഡെസിമലുള്ള ഒരു വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഇനിഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് പൈ എന്ന് പറയുന്നത് ഫ്ലോട്ട് ടൈപ്പ് ആവുകയും പൈ എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിൽ ഫ്ലോട്ട് വാല്യൂസ് മാത്രം സ്റ്റോർ ചെയ്യാനും സാധിക്കുന്നു. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഫ്ലോട്ട്. മൂന്നാമത്തെ ഡാറ്റ ടൈപ്പാണ് STR ഓർ സ്ട്രിങ്ങിന്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ പോലെ ചാർ എന്ന് ക്യാരക്ടറിനെ സൂചിപ്പിക്കുന്ന ചാർ എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് ഇല്ല. പക്ഷെ അതിന് പകരമായിട്ട് STR ആണ് ഉപയോഗിക്കുന്നത്. സ്ട്രിങ്സിനും ക്യാരക്ടേഴ്സിനും, സ്ട്രിങ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനാണ് സ്ട്രിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രിങ്സിനും ക്യാരക്ടറും സിംഗിൾ ക്യാരക്ടർ ആണെങ്കിലും അതുപോലെ ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണെങ്കിലും നമ്മൾ STR എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ആണ് നോർമലി യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നെയിം ഈക്വൽ ടു ആലീസ്. അപ്പോൾ ആലീസ് എന്ന് പറയുന്ന വാല്യൂ നെയിം എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. നെയിം എന്ന് പറയുന്നത് സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് ആയിരിക്കും. അതില് നെയിമില് ALIZ ആലീസ്, അതില് A എന്ന് പറയുന്ന ലെറ്റർ നെയിം ഓഫ് 0 എന്നുള്ള ഇതിലേക്കായിരിക്കും സ്റ്റോർ ആവുന്നത്, പ്ലേസ് വാല്യൂയിലേക്കായി സ്റ്റോർ ആവുന്നത്. നെയിം ഓഫ് 1ലേക്ക് L സ്റ്റോർ ആവും. നെയിം ഓഫ് 2ലേക്ക് I സ്റ്റോർ ആവും. അങ്ങനെയാണ് താഴേക്ക് നമ്മൾ മെമ്മറി ലൊക്കേഷൻസിലേക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതാണ് മൂന്നാമത്തെ ഡാറ്റ ടൈപ്പ് STR എന്ന് പറയുന്നത്. നാലാമത്തെ ഡാറ്റ ടൈപ്പ് ആണ് ബൂളിയൻ എന്ന് പറയുന്നത്. ബൂൾ എന്ന ഷോർട്ട് ഫോം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബൂളിയൻ ഡാറ്റ ടൈപ്പിൽ നമ്മൾ ട്രൂ ഓർ ഫോൾസ് അത് മാത്രം വരുന്ന കേസിലാണ് നമ്മൾ ബൂളിയം ഡാറ്റ ടൈപ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഈസ് ആക്റ്റീവ് ഈക്വൽ ടു ട്രൂ, ഈസ് ലോഗ്ഡ് ഇൻ ഈക്വൽ ടു ഫോൾസ്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈസ് ആക്റ്റീവ് ആൻഡ് ഈസ് ലോഗ്ഡ് ഇൻ എന്ന് പറയുന്ന വേരിയബിൾസ് ഒരു ബൂളിയൻ ടൈപ്പ് വാല്യൂസ് മാത്രം സ്റ്റോർ ചെയ്യുന്ന വേരിയബിൾസ് ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യും. അതനുസരിച്ച് അവിടെ മെമ്മറി ലൊക്കേഷൻസ് അലോക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി നാലാമത്തെ അല്ല അഞ്ചാമത്തെ ലാസ്റ്റും നോർമലി യൂസ് ചെയ്യാൻ ലാസ്റ്റുമായിട്ടുള്ള ഡാറ്റ ടൈപ്പാണ് കോംപ്ലക്സ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്കറിയാം കോംപ്ലക്സ് നമ്പർ എന്താണെന്ന് നമുക്കറിയാം. ഒരു റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടുമുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതിന് ഡെഫിനറ്റ്ലി റിയൽ പാർട്ട് ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഇമാജിനറി പാർട്ട് ഉണ്ടാവും. റിയൽ പാർട്ട് ഉണ്ടാവാൻ നിർബന്ധമില്ല, പക്ഷെ ഡെഫിനറ്റ്ലി കോംപ്ലക്സ് നമ്പർ ആവുമ്പോൾ ഇമാജിനറി പാർട്ട് ഉണ്ടായിരിക്കും. ഇവിടെ എക്സാമ്പിൾ കാണിച്ചിട്ട് 2 + 3j. നമ്മൾ ഇമാജിനറി പാർട്ട് നോർമലി മാത്തമാറ്റിക്സ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഐ എന്ന് പറയുന്ന ലെറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. പക്ഷേ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഇമാജിൻ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ജെ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് Z ഈസ് ഈക്വൽ ടു 2 + 3j എന്ന ഫോമാണ്. ഇതിൽ 2 എന്ന് പറയുന്നത് അതിന്റെ റിയൽ പാർട്ടും 3j എന്ന് പറയുന്നത് അതിന്റെ ഇമാജിനറി പാർട്ടുമാണ്. ഇത്രയാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.